അല്ല സുഹൃത്തുക്കളെ, നമ്മളെ കുണുകുണവാവാനെ എല്ലാവർക്കും അറിയും. കുണുകുണവാവാൻ അറിയാത്തവർ ആരുമില്ല. ഇപ്പോൾ കൂടുതൽ അറിയാനും തുടങ്ങിയത് ഇങ്ങനെ ബാബുസ്വാമിൻ്റെ കൂടെ ഡാൻസ് കളിച്ച് എന്നുള്ള ആ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നത്. എന്നിരുന്നാലും കുണുകുണവാവ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതില്ലേ, നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് കേൾക്കണം കേട്ടോ. മനസ്സിലാക്കാൻ പറ്റുന്ന ചില വാക്കുകളുണ്ട്. ഏതൊരാളും പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കാനുള്ള വാക്കുകളുമുണ്ട്. അപ്പം നമുക്ക് നേരെ കുണുവാവാൻ്റെ വാക്കുകളിലേക്ക് കേൾക്കാം. വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. സബ്സ്ക്രൈബർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ വീഡിയോ കാണാം നമുക്ക്. ഇനി മുന്നോട്ടുള്ള ജീവിതം ഇതേപോലെ തന്നെ ജീവിച്ചു തീർക്കാനാണോ? ഇനി കല്യാണം കഴിക്കണമെന്നില്ല? ഇനി എന്തിനാ മോനെ എന്നാ കല്യാണം കഴിക്കുന്ന? ഈ മനുഷ്യൻ എന്റെ കൂടെ അല്ലേ കിടക്കുന്നത്. ഞങ്ങൾ കിടക്കുന്നു, ഇരിക്കുന്നു, പോകുന്നു, നടക്കുന്നു, കൈപിടിച്ച് നടക്കുന്നു. ഇനി എന്തിനു ഇനി എനിക്ക് കല്യാണോ? ഇനി അതെന്ത്? വിട്ടുപോയി കഴിഞ്ഞാൽ ആളെവിടെ പോവാനേ? ഇത്രയും വർഷമായിട്ട് എന്റെ കൂടെ അല്ലേ. നല്ല ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ രീതികളും അറിയാവല്ലോ അദ്ദേഹത്തിന്. അതില് ഞാൻ വാത്സല്യപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന തെരുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്, കരയും ചിരിക്കും ഒക്കെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പോഴോ അദ്ദേഹം ഇവിടുന്ന് പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കരുതണം, ഇത് എത്ര മനോഹരമായിട്ടുള്ളൊരു ജീവിതമാണ്. പുരുഷന്റെ ശരീരത്തോട് തന്നെ എനിക്ക് അങ്ങനെ ആവേശമൊന്നും തോന്നിയിട്ടില്ല. കാണുമ്പോൾ കൊള്ളാം, നല്ല ഭംഗിയുള്ള കണ്ണ്, മൂക്ക്, വായ, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, നല്ല പെരുമാറ്റം, നല്ല വാചാലത, നല്ല അത്രേ ഉള്ളൂ. വർണ്ണിക്കാനാണെങ്കിൽ അത്രേ ഉള്ളൂ. ഒരാണെന്ന് പറയുമ്പോ എന്റെ കാഴ്ചപ്പാടിൽ അത്രേ ഉള്ളൂ. അതിലപ്പുറം അല്ല. ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അത്രേ ഉള്ളൂ എന്റെ കാഴ്ചപ്പാടിൽ. എനിക്ക് പ്രണയം അങ്ങനെ ഒരാളോടൊന്നും തോന്നിയിട്ടില്ല. എന്നെ ഇങ്ങോട്ട് പ്രണയിക്കുമായിരുന്നു. എന്നെ എല്ലാവർക്കും ഇങ്ങോട്ട് പ്രണയിക്കാനായിരുന്നു ഇഷ്ടം. എനിക്ക് ഭയങ്കര ഈഗോ ഉള്ള ഒരാളായിരുന്നു. കാരണം എന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വന്ന് പ്രേമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കടുംപിടുത്തമായിട്ട് നിന്ന ഒരാളായിരുന്നു. പക്ഷെ ഒന്ന് കൊളുത്തിട്ടാ പിന്നെ ഞാൻ വിടത്തുമില്ല. കാരണം അങ്ങോട്ട് കയറി ആരും ചെന്ന് അറ്റാക്ക് ചെയ്യാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. വേണമെങ്കിൽ എന്നെ കയറി ഇങ്ങോട്ട് പ്രേമിക്കാൻ വരട്ടെ. മനസ്സിലാവുന്നുണ്ടോ മോനെ?